ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ ജാവ, മൈൻക്രാഫ്റ്റ്, മൊബൈലിലും ടാബ് എന്നിങ്ങനെ ഇതിലൊക്കെ പൊജാവ് ലോഞ്ചർ ഉപയോഗിച്ച് കളിക്കാമെന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ എന്തിലാന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് പൊജാവ് ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഏറ്റവും മേലായിട്ടൊരു 3 ഐക്കൺ കാണും, സെറ്റിങ്സ്. അതിൽ കയറിയിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ കയറിയിട്ട് വീഡിയോ ആൻഡ് റെൻഡറിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ആംഗിൾ വോൾക്കാൻ എന്നുള്ള ആ ഓപ്ഷനിൽ കൊടുക്കുക. റെസൊല്യൂഷൻ സ്കെയിൽ ഒരു 70 വെക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാ എനേബിൾ, സസ്റ്റൈനബിൾ, പെർഫോമൻസ് അങ്ങനത്തെ എല്ലാതും ടിക്കറ്റ് വെക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഫോൺ സ്മൂത്തായിട്ട് റെൻഡർ ആവാനും ഒക്കെ സാധിക്കും. ഫസ്റ്റ് നിങ്ങൾ കളിക്കുമ്പോൾ എങ്ങനെ ആയാലും കുറച്ച് ലാഗ് ഉണ്ടാവും. പിന്നെ കളിക്കും തോറും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ബട്ടണാണ്. അത് വെച്ചിട്ട് നിങ്ങൾ എവിടെ നിങ്ങളെ ഇത് വരണം, എങ്ങനെ GUI കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതിനാണ് അതുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടിയ രീതിയിൽ നിങ്ങൾ സെറ്റാക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, വേണ്ടാത്ത കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രിഗർ, ലോങ് പ്രസ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് ആവശ്യത്തിന് മാത്രം, അത് ഫോണിൽ കളിക്കുന്നവർ കാണാൻ വേണ്ടിയല്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജാവ ട്യൂബ്സ് എന്നാണ്. അതിലാണ് നിങ്ങൾ റാം എത്ര ഈ ഗെയിമിന് കൊടുക്കണം എന്ന് ഉള്ളത്. നിങ്ങളെ ഡിവൈസിന് എത്ര റാം ഉണ്ടെന്നനുസരിച്ച് ഒരു 2 GB മാക്സിമം കൊടുക്കാൻ നോക്കുക. നല്ല റാം ഉപയോഗിക്കും. ഈ നമ്മൾ ജാവയിലുള്ള കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഒരു ഗെയിം മൊബൈലിൽ കളിക്കുന്നതുകൊണ്ടും ടാബിലാണെങ്കിൽ അതിൽ കളിക്കുന്നതുകൊണ്ടും നല്ല റാം ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന റാം കൊടുക്കുക. പിന്നെ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് ലോക്കൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു യൂസർ നെയിമും കൊടുക്കുക. ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ ബോഗി എന്നാണ് കൊടുത്തത്. അതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു യൂസർ നെയിം അതായിരിക്കും. നിങ്ങൾ വേറെ ഈ എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, പെൻസിൽ പോലത്തെ, അത് നെക്കിയിട്ട് അതിലും അതേ പേര് തന്നെ കൊടുക്കണം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളെ പേര് ചോദിക്കും, നെയിം അവിടെ കൊടുത്ത് അതേ പേര് കൊടുക്കുക. എന്നിട്ട് വെർഷനാണ് അടുത്തുള്ളത്. വെർഷന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത്. ഇപ്പോൾ അർജുന MP അനാർക്കി സെർവറൊക്കെ ആണെങ്കിൽ 1.20 അങ്ങനത്തെ പുതിയ വെർഷനിലേക്ക് സ്നാപ്ഷോട്ടിൽ ഉണ്ടാവും റിലീസിൽ. നിങ്ങൾക്ക് വേണ്ടിയ വെർഷൻ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്കുക. എന്നിട്ട് സേവ് അടിച്ചിട്ട് അടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ പ്ലേ അടിക്കുമ്പം ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആവാൻ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതാണോ വെർഷൻ അത് ഡൗൺലോഡായിട്ട് പിന്നെ അത് സ്റ്റാർട്ടാവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. പിന്നീട് നിങ്ങൾ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഒരു മൊജാങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ലോഡാകും. ഫസ്റ്റ് ലോഡാകുമ്പോൾ നല്ല സ്ലോയിലായിരിക്കും ലോഡാകുക. അപ്പോൾ നിങ്ങൾ കുറേ നേരം കാത്തു നിൽക്കേണ്ടി വരും അത് ലോഡാവണമെങ്കിൽ. ഫസ്റ്റ് ലോഡാകുമ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയൊക്കെ ലാഗ് നല്ലതുണ്ട്. പിന്നെ മൾട്ടിപ്ലെയറിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഓൺലൈൻ അതിൽ ടിക്കറ്റ് പ്രോസസ്സ് കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ ആഡ് സെർവർ എന്ന് കാണിക്കുക. അവിടെയാണ് നിങ്ങൾ ഏത് സെർവറാണോ അതിൻ്റെ സെർവർ നെയിം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും നെയിം അടിക്കുക. സെർവർ അഡ്രസ്സിലാണ് IP കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ജാവയിൽ ഉണ്ടാവുക. അത് എന്നിട്ട് ഡൺ അടിക്കുക. ഞാൻ ഇപ്പോൾ അർജുന MP അനാർക്കി സെർവറിൽ കയറുന്നതുകൊണ്ട് അർജുന MP അനാർക്കി എന്നടിക്കുമ്പോൾ നല്ല ലാഗ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെർവർ അഡ്രസ്സും കൊടുക്കുക. 2 സെർവർ അഡ്രസ്സ് ഉണ്ട് ഈ പ്രാവശ്യം അർജുന MP അനാർക്കി സെർവറിന്. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള സെർവർ അഡ്രസ്സ് കൊടുത്താൽ 2 അടിച്ചാലും 1 തന്നെയാണ് വരിക. സെർവർ അഡ്രസ്സ് നിങ്ങൾ ഇതിൽ കാണുന്ന മാതിരി അടിക്കുക. അർജുന MP അനാർക്കി .in എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് അഡ്രസ്സ്. പിന്നെ ലാവേൾഡിൻ്റെ അഡ്രസ്സും ഉണ്ട്. കാരണം രണ്ടാളും കൂടി കൊളാബ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യത്തെ സെർവർ ഉള്ളത്. അപ്പോൾ അതിൽ പിന്നെ സെർവറിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ അതിൽ തൊട്ടിട്ട് ജോയിൻ സെർവർ എന്നുള്ളത് അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾ നേരെ ലോബിയിലേക്ക് വരും. ക്യൂ സെർവറിലാണ് ജോയിൻ ദ വേൾഡ് കാണിക്കും. ലോഡിങ് ടെറൈൻ എന്നിട്ട്
ലോഡാകുമ്പോൾ നിങ്ങൾ /register നിങ്ങളെ പാസ്വേഡ് മറ്റേ സാധാ അടിക്കുന്ന പോലെ 2 പ്രാവശ്യം അടിക്കുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട്. ഞാനിപ്പോൾ മുന്നേ തുറന്നുകൊണ്ട് ലോഗിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ രജിസ്റ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ കീബോർഡും ഈ ചാറ്റ് നെക്കിയിട്ട് കീബോർഡ് നിൽക്കണം. മേലെ 2 ബട്ടൺ കണ്ടിട്ടുണ്ട്, അത് നിൽക്കുമ്പോഴാണ് വരുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ലോഗിൻ അടിച്ചാലും അത് വരില്ല. അപ്പോൾ ആദ്യം ചാറ്റ് വെക്കുക, എന്നിട്ട് കീബോർഡിൻ്റെ ബട്ടൺ നിൽക്കുക. അത് നിൽക്കുമ്പോൾ മാത്രമാണ് ആ കീബോർഡിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളവിടെ സ്റ്റക്കായി കിടക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഫസ്റ്റ് പ്രാവശ്യം ചെയ്തപ്പോൾ ഞാനും പണ്ടത്രയൊക്കെ കാണിച്ച് ഞാൻ നോക്കിയിട്ട് ലോഗിൻ ആവുന്നില്ല. ഇപ്പം ഞാൻ ലോഗിൻ ആയിട്ട് നേരെ നമ്മൾ ക്യൂ സെർവറിലാണ് വരിക. അപ്പം ലോഗിൻ എന്ന് കാണിക്കും. എന്നിട്ട് നേരെ പോവുകയാണെങ്കിൽ ഒരു നെതർ പോർട്ടൽ പോലത്തെ സ്ഥലം കാണാം. അപ്പം നിങ്ങൾ ലോഗിനായിട്ട് ഇവിടെ വരിക. ഇത് ലാവേൾഡിൻ്റെ ലോബിയാണ്. ഈ ലോബിയിൽ laവേൾഡ്.apex.co എന്നും കൂടി കാണാൻ പറ്റും. അതും ഒരു IP ആണ്. അപ്പോൾ നിങ്ങൾ ഈ ലോബി വന്ന പാടന്നെ നേരേക്ക് നടന്നു പോവുകയാണെങ്കിൽ ഞാൻ ഈ ഇതിൽ തന്നെ ഇതിൽ കുറേ ബട്ടൺസും ഉണ്ട് കേട്ടോ. 3D അടിക്കുമ്പോൾ നമുക്ക് ജാവയിലൊക്കെ കാണുന്ന മാതിരി പല ഡയറക്ഷനിൽ ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റും. ടാബ് അടിച്ചാലാണ് നമ്മളെ പ്ലെയേഴ്സ് എത്ര ആളുണ്ടെന്ന് കാണിക്കുക. പിന്നെ ഡീബഗ് പറഞ്ഞാൽ നിങ്ങളെ പൊസിഷനും ഇതേപോലത്തെ ഒരു പോർട്ടൽ ഉണ്ടാവും. അപ്പോൾ ഈ പോർട്ടലിനുള്ളിലേക്കാണ് അനാർക്കി എന്ന് എഴുതിയിട്ടുള്ള പോയാലാണ് നിങ്ങൾ ക്യൂവിലെത്തുക അനാർക്കിയിലേക്കുള്ള. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെറുതെ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അനാർക്കിയിൽ എപ്പോഴും ക്യൂ നല്ല ഉണ്ടാവലുണ്ട്. ആൾക്കാർ കൂടിയ സമയം എന്ന് പറഞ്ഞാൽ ഈ ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ നല്ല ആളുണ്ടാവും എല്ലാ ടൈമിലും. പിന്നെ നൈറ്റ് ടൈമിൽ ആൾ കുറവായിരിക്കും. അതുകൊണ്ട് പിന്നെ കുറേ നേരം കാത്തിക്കേണ്ടി വരും. അങ്ങനെ കാത്തുനിന്നിട്ട് ഞാൻ കുറേ നേരം കാത്തുനിന്നപ്പോൾ എൻ്റെത് ലോഗിൻ ആയിക്കണ്ടത്. നേരെ ഞാൻ മുന്നേ കുറച്ച് എടുത്ത ടൂൾസ് ഉണ്ട്, പിന്നെ ലോഗിനായി 2 ബട്ടണും പിന്നെ ഡീബഗ് വെക്കുമ്പോഴാണ് ഈ നമുക്ക് എങ്ങോട്ടാണ് XYZ എന്ന് കാണിക്കും. അതാണ് നമ്മളെ കോർഡിനേറ്റ്സ്. അങ്ങനെ വേണം നിങ്ങൾ കോർഡിനേറ്റ്സ് നോക്കാൻ. മറ്റേതുപോലെ കോർഡിനേറ്റ്സ് കാണിക്കില്ല. പിന്നെ നല്ല വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്. ജമ്പ് ചെയ്തിട്ട് PRI എന്ന് കണ്ടില്ലേ, അത് നിൽക്കണം. അത് നിൽക്കിയാൽ ക്ലിക്കാവുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇപ്പുറത്ത് ലെഫ്റ്റും റൈറ്റും ക്ലിക്ക് പോലെ 2 വ്യത്യാസമുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ക്രാഫ്റ്റിംഗ് ഓണാക്കിയിരുന്നായിരിക്കും കുറച്ചും കൂടി എളുപ്പം. രാവിലത്തെ മൗസ് കർസർ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ് ഇതിൽ. നിങ്ങളിഷ്ടം പോലെ കളിക്കാം. ഞാൻ ഈ സീസൺ കളിക്കുമെന്ന് അറിയില്ല. അർജുനപ്പിൻ്റെ ഈ സീസണിൽ നിങ്ങളൊക്കെ എന്താ അഭിപ്രായം? കുറേ ആൾക്കാരൊക്കെ കളിക്കുന്ന കാണലുണ്ട്, പക്ഷെ ഞാൻ ഈ സീസണിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പം എല്ലാവർക്കും ശരി, എന്നാൽ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത ഞായറാഴ്ചയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓപ്പണായെന്ന്. എൻ്റെ ഓപ്പണായിട്ട് എല്ലാവരും എൻഡിൽ കയറി തല്ലി പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാവുക. ഓക്കെ, ശരി എന്നാൽ.